ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ ചായക്കടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1,00,000-ലധികം ആൾക്കാർ കാണുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ തന്നെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. അപ്പോൾ മെഷറിംഗ് കപ്പ് കയ്യിലില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അതേ പാത്രത്തിൽ തന്നെ അളന്നെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പോളം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമ്മൾ വറുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 4 മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരി ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം മൊത്തം നമുക്ക് വാർത്തെടുക്കണം. അപ്പോൾ ഇത് അരിപ്പയിലിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം വാർത്തിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കായും 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ശർക്കര മെൽട്ടാക്കി എടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് പൊടിച്ച് കഴിയുമ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇത് മെൽട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിൽ മെഷർ ചെയ്യുന്നവരാണെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ശർക്കര ഗ്രാമിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 150 to 200 ഗ്രാം വരെ നമുക്ക് എടുക്കാം. ശർക്കര മെൽട്ടാക്കിയതിന് ശേഷം നമ്മൾ ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടാറാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ, എന്നാലേ നമുക്ക് നന്നായിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ട് കിട്ടും. അപ്പോൾ നല്ല ചൂടോടെ തന്നെ നമ്മൾ മാവിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഇത് മിക്സാക്കിയിട്ട് കൊടുക്കണം. കുറേ സമയം നമ്മളങ്ങനെ ഒഴിച്ചിട്ട് അവിടെ വെക്കരുത്. ഫുള്ളായിട്ട് ഒരുമിച്ച് ഒഴിച്ച് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറേ സമയം നമ്മൾ വെച്ചാൽ മാവൊക്കെ വെന്ത് പോവും. മാക്സിമം നമ്മൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതിൻ്റെ പകുതി നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 1/4 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ ഇതേപോലത്തെ നല്ല ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് മാവ് ഒഴിച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാക്കൊത്തിൻ്റെ പകുതിയില്ലേ, അതിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോഴേക്കും തന്നെ നമുക്കിതേപോലെ നന്നായിട്ട് പൊങ്ങിയിട്ട് റെഡി ആയിട്ട് കിട്ടും. ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ മാത്രം 1 മിനിറ്റും കൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒഴിക്കുന്ന സമയത്ത് പാത്രം നല്ല ചൂടുണ്ടായിരിക്കണം. ഒഴിച്ചതിന് ശേഷം നിങ്ങളപ്പോൾ തന്നെ സ്പീഡ് കുറച്ച് വെച്ച് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിൽ തേങ്ങാക്കൊത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അത് മസ്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് സംശയമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ലോങ് ആയിട്ട് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൽത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കുമ്പം കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കും. ഇത് കുറച്ച് ചെറിയതായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അതേപോലെ കൽത്തപ്പം പോലെ ഉള്ളിൽ ഈ വേവാത്ത പോലെ ആവോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഉള്ളിലൊക്കെ നന്നായിട്ട് ആരൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഈ ഒരു മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.